ഈ ഒരു ഡൈ തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് മൈലാഞ്ചി ഇല, കറിവേപ്പില, കയ്യോന്നി, നീലാമരിയുടെ ഇല, പനിക്കൂർക്ക ഇല, ഉലുവ, കറ്റാർ വാഴ, കരിഞ്ചീരകം എന്നിവയാണ് കേട്ടോ. ഇതിലൊരു ഐറ്റവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. ഒരു 3 സ്പൂണേ മിക്സിയിൽ ജാറിലേക്ക് ആക്കി വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് അരച്ചെടുക്കണം. കാരണം നമ്മൾ അലോവേര ഇതിലിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല കേട്ടോ. ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഇത് മാറ്റാം. ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ നനവൊന്നും വരാൻ വേണ്ടിയിട്ട് പാടില്ലേ. ഇനി ഈ നമ്മൾ അരച്ചെടുത്ത സാധനത്തിലേക്ക് 1/2 കിലോ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലവണ്ണം മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ നല്ലവണ്ണം ചൂടാക്കി എടുക്കാൻ വേണം കേട്ടോ. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ അത് മീഡിയം ഫ്ലെയിം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഈ എണ്ണ തിളപ്പിച്ച് വരുന്ന സമയത്ത് ഒരു സാധനം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ എടുക്കുന്ന സ്പൂൺ തന്നെ വെള്ളത്തിൻ്റെ നനവൊന്നും തന്നെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ സ്പൂൺ തന്നെ നമ്മൾ അവസാനം വരെ എടുക്കുകയും വേണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഇരട്ടി മധുരം പൊടിയല്ല ചെറിയ കഷ്ണങ്ങൾ കിട്ടും കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് നമുക്കിത് ഇളക്കി ഇലകളുടെ കൊത്തെല്ലാം അരിച്ചു മാറ്റിയെടുക്കാം കേട്ടോ. കാരണം ഇതെന്ന് പറയുന്നത് ഒരു മണൽത്തരിയുടെ ഒരു പരുവാകുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ടേ.